ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ തനിക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന് CPI വിട്ട ശ്രീനാദേവി കുഞ്ഞമ്മ. ഇതിനെതിരെ സ്പീക്കർക്ക് പരാതി നൽകാനുള്ള സാധ്യത തേടും. CPI പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി AP ജയനെതിരെ വിജിലൻസിനെ സമീപിക്കുമെന്നും അവർ വിശദീകരിച്ചു. CPIയിൽ നിന്നുള്ള ശ്രീനാദേവിയുടെ രാജി, കോൺഗ്രസ് പ്രവേശനം, ഉയർത്തിയ ആരോപണങ്ങൾ ഇവയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് CPI ജില്ലാ സെക്രട്ടറി കൂടിയായ ചിറ്റയം ഗോപകുമാർ നടത്തിയ ഈ പരാമർശത്തിലാണ് സ്ത്രീവിരുദ്ധത ആരോപിക്കുന്നത്. ഒരു പ്രസ്താവന നടത്തണമെങ്കിൽ പാർട്ടിയുടെ അനുമതി വേണം. ആ പാർട്ടിയുടെ അനുമതി ഇല്ലാതെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അപ്പം രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം. ഇതിന്റെ ദൃശ്യങ്ങൾ കൂടി ചേർത്ത് പരാതി നൽകാനാണ് ആലോചന. ചിറ്റയം ഗോപകുമാറിൻ്റെതായിട്ട് പ്രചരിച്ച പല CPIയുടെ ഹാൻഡിലുകളിലും, അടൂർ ബേസ് ചെയ്തിട്ടുള്ള, പത്തനംതിട്ട ബേസ് ചെയ്തിട്ടുള്ള പലരുടെയും ഹാൻഡിലുകളിൽ പ്രചരിച്ച ഒരു പോസ്റ്ററാണ്, ഫേസ്ബുക്ക് പോസ്റ്ററാണിത്. ഇതിനാണ് കൊടുത്ത പ്രാധാന്യം. ഇതെന്തിനായിരുന്നു? സ്ത്രീവിരുദ്ധത പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പോസ്റ്റർ എന്തിനാണ് പ്രചരിപ്പിച്ചത്? തനിക്ക് CPIയിൽ തുടരാനാകാത്ത സ്ഥിതിയായിരുന്നു. എല്ലാത്തിനും പിന്നിൽ മുൻ ജില്ലാ സെക്രട്ടറിയാണ്. തനിക്കെതിരെ നിരവധി കള്ളക്കേസുകൾ ചമയ്ക്കപ്പെട്ടു. ഇതിനു പിന്നിലും AP ജയനാണെന്ന് സംശയിക്കുന്നു. ഇതിറക്കം സൂചിപ്പിച്ച് ജില്ലാ സെക്രട്ടറിയുടെ ചുമതലക്കാരനായിരുന്ന മുല്ലക്കര രത്നാകരന് പരാതി നൽകിയിരുന്നു. AP ജയനെ കാണാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ബിനോയ് വിശ്വത്തിൽ നിന്ന് പോലും തനിക്ക് നീതി കിട്ടിയില്ല. AP ജയനെതിരെ പരാതി നൽകിയപ്പോൾ ഒപ്പം നിന്നവർ കാനം രാജേന്ദ്രന്റെ മരണത്തോടെ പിൻവലിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥിയായ തന്റെ പത്രിക തള്ളാൻ വ്യാജരേഖയുമായി AP ജയൻ വരണാധികാരിയെ സമീപിച്ചതായും അവർ ആരോപിച്ചു. അനധികൃത സ്വത്ത് സമ്പാദനമെന്നാരോപിച്ച് ശ്രീനാദേവി നൽകിയ പരാതിയിൽ AP ജയനെ 2 വർഷം മുൻപ് CPI ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.